ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, വേൾഡ് ഡയറക്ടറി ഓഫ് മോഡേൺ മിലിറ്ററി എയർക്രാഫ്റ്റ് ഇത് ലോകത്തുള്ള വ്യോമസേനകളെ എല്ലാം നിരീക്ഷിക്കുന്ന ഒരു ആഗോള സംവിധാനമാണ്. WDMMA എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോ കഴിഞ്ഞ ദിവസം ഇവരുടെ ഒരു ഗ്ലോബൽ എയർ പവേഴ്സ് റാങ്കിങ് പുറത്തു വന്നിരുന്നു. ഈ ഗ്ലോബൽ എയർ പവേഴ്സ് റാങ്കിങ് ഇവർ കൊടുക്കുന്നത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിമാനങ്ങളുള്ള അല്ലെങ്കിൽ യുദ്ധ വിമാനങ്ങളുള്ള ഫൈറ്റർ ജെറ്റുകളുള്ള രാജ്യങ്ങളെ കൺസിഡർ ചെയ്തുകൊണ്ട്, അവരുടെ പവർ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഇവർ ഇതിൽ റാങ്കിങ് ഇടുന്നത് എന്നുള്ളതാണ്. ഈ റാങ്കിങ്ങിൽ പ്രധാനമായിട്ടും TVR, അതായത് ട്രൂ വാല്യൂ റേറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഫോർമുല അടിസ്ഥാനമാക്കിയാണ് ഇവർ റാങ്കിങ് ഇടുന്നത്. ഈ ട്രൂ വാല്യൂ റേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ വ്യോമസേനകളെല്ലാം എടുത്ത് പരിശോധിച്ച ശേഷം ഈ ട്രൂ വാല്യൂ റാങ്കിങ് അനുസരിച്ച് അതിനെല്ലാം ഒരു പോയിന്റ് കൊടുക്കും. ഇപ്പോൾ 75, 76, 63, 68 ഇങ്ങനെയൊക്കെ ഒരു പോയിന്റ് കൊടുക്കും. അപ്പോൾ ഈ റാങ്കിങ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നപ്പോൾ ലോക രാജ്യങ്ങൾ ഒന്നാകെ ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. അത് ഞെട്ടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം, ഇന്ത്യൻ വ്യോമസേന നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെ നാട്ടിൽ എന്ത് സംഭവം ഉണ്ടായി കഴിഞ്ഞാലും ആ സംഭവങ്ങളെല്ലാം തന്നെ നമ്മുടെ നാടിന് അഭിമാനിക്കാനുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും അത് മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുന്ന ഒരുപാട് മൾട്ടി ഡാഡി സിൻഡ്രോം ഉള്ള ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. കാരണം അവർക്കങ്ങോട്ട് അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ രാജ്യം ഇപ്പോൾ എവിടെയെങ്കിലും ഒന്നാമത് എത്തിക്കഴിഞ്ഞാൽ ഇവർ ആദ്യം പറയാൻ പോകുന്ന കാര്യം, അമേരിക്ക ഇതിലും വലുതാ, അല്ലെങ്കിൽ ചൈനയിൽ ഇതിനെക്കാട്ടിലും വലിയ സാധനങ്ങളുണ്ട്. എടാ ആയിക്കോട്ടെ, പക്ഷെ നമ്മുടെ രാജ്യം ഇതിൽ വലിയൊരു നേട്ടം കൈവരിക്കുക എന്ന് പറഞ്ഞാൽ നിനക്ക് അഭിമാനിക്കാനുള്ള ഒരു കാര്യമല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ അത് അംഗീകരിച്ചു തരാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇവരെയൊക്കെ നമ്മൾ ദേശവിരുദ്ധർ എന്ന് വിളിക്കുന്നത്. കാരണം ഒരാവശ്യമില്ലാത്ത കാര്യം നമ്മൾ നല്ലൊരു അച്ചീവ്മെന്റ് നടത്തുമ്പോൾ അത് അംഗീകരിക്കാതെ മറ്റേ രാജ്യം ഇതിനെക്കാട്ടിലും വലുതാണ്, മറ്റേ രാജ്യം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് കിട്ടിയ ഒരു അടി കൂടെയാണ് നമ്മളത് മനസ്സിലാക്കണം. കാരണം ഇന്ത്യൻ വ്യോമസേനയുടെ റാങ്കിങ് എന്ന് പറയുന്നത് ലോകത്തിലെ 3-ാം നമ്പർ വ്യോമസേനയായിട്ട് ഇന്ത്യൻ വ്യോമസേന ഉയർന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ചൈനയെ മറികടന്നു എന്നുള്ളതാണ്. അപ്പോഴും ഇവർക്ക് പറയാൻ ന്യായങ്ങളുണ്ട്. കാരണം ഇന്ത്യക്ക് വെറും 1716 വിമാനങ്ങൾ മാത്രമേ ഉള്ളൂ, ചൈനയ്ക്ക് അതിന്റെ ഇരട്ടി വിമാനങ്ങളുണ്ട് എന്ന് വേണമെങ്കിൽ ഇവർക്ക് പറയാം. കാരണം ചങ്കിൽ ചൈനയെ കൊണ്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. പക്ഷേ അത് സത്യമാണ്, ഇന്ത്യക്ക് 1700-ൽ പരം വിമാനങ്ങൾ ഉള്ളപ്പോൾ ചൈനയ്ക്ക് അതിന്റെ ഇരട്ടി വിമാനങ്ങളുണ്ട്. പക്ഷേ ഇന്ത്യ ചൈനയെ മറികടന്നു എന്നുള്ളതാണ് അത്ഭുതപൂർവമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അതിനു മുമ്പ് നമുക്ക് ആദ്യം റാങ്കിങ്ങിലുള്ളവരെ പറഞ്ഞു പോകാം. ഈ പട്ടികയിൽ അമേരിക്കയുടെ ശക്തിയാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും മികച്ച 5 വ്യോമയാന സേനകളിൽ 4 സ്ഥാപനങ്ങൾ അമേരിക്കയുടേതാണ്. 5004 വിമാനങ്ങളുമായിട്ട് US വ്യോമസേന ലോകത്ത് 1-ാം നമ്പർ, സ്വാഭാവികമായിട്ടും. US നാവികസേന 2-ാം സ്ഥാനത്ത്, റഷ്യൻ വ്യോമസേനയാണ് 3-ാം സ്ഥാനത്തുള്ളത്, US സൈന്യം 4-ാം സ്ഥാനത്തുണ്ട്, US മറൈൻ കോർപ്സ് 5-ാം സ്ഥാനത്തുണ്ട്. രാജ്യങ്ങളിലെ പ്രധാന വ്യോമസേനകളെ മാത്രം താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ US-നും റഷ്യയ്ക്കും ശേഷം ലോകത്തിലെ 3-ാമത്തെ വലിയ വ്യോമസേന ഇന്ത്യയിലേതാണ് എന്നുള്ളതാണ്. ട്രൂ വാല്യൂ റേറ്റിംഗ് ഫോർമുല അടിസ്ഥാനമാക്കി നമ്മൾ നോക്കുകയാണെങ്കിൽ വിമാനത്തിന്റെ എണ്ണം മാത്രമല്ല, ഈ വിമാനം കൊണ്ട് നമ്മുടെ രാജ്യം ഉപയോഗിക്കുന്ന യുദ്ധമുറകളും ടെക്നിക്കുകളും ടെക്നോളജിയും ഈ വിമാനത്തിന്റെ ഗുണനിലവാരവും പരിശോധിക്കപ്പെടുന്നു എന്നുള്ളതാണ്. മൊത്തത്തിലുള്ള റാങ്കിങ്ങിൽ ഇന്ത്യൻ വ്യോമസേന 69.4 എന്ന TVR സ്കോറുമായി 6-ാം സ്ഥാനത്തെത്തി. അതേസമയം ചൈനീസ് വ്യോമസേന 63.8 എന്ന TVR സ്കോറുമായി 7-ാം സ്ഥാനത്താണ്. ഇന്ത്യക്ക് 1716 വിമാനങ്ങൾ മാത്രമുള്ളൂ. അതിന്റെ ഇരട്ടി 3733 വിമാനങ്ങൾ ആർക്കുണ്ട്? ചൈനയ്ക്കുണ്ട്. അപ്പോ നമ്മുടെ ആ ഒരു ശേഷി, ഞാൻ ഇന്ന് രാവിലെ ഇത് ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ കൊടുത്തിരുന്നു. അതിന് നമ്മളെ ടൈറ്റിലായിട്ട് കൊടുത്തിരുന്നത് ആണൊരുത്തൻ ഭരിച്ചാൽ 3 കുത്ത്. ഇതാണ് നമ്മളെ ടൈറ്റിലായിട്ട് കൊടുത്തത്. അത് വെറും പകുതി വിമാനങ്ങൾ മാത്രമേ ഉള്ളൂ. ചൈനയുടെ പകുതി വിമാനങ്ങൾ മാത്രം വെച്ചുകൊണ്ടാണ് നമ്മൾ ചൈനയെ മറികടന്നത്. സത്യം പറഞ്ഞാൽ ചൈനയിലെ ഈ വിദഗ്ധ ഡിഫൻസ് അനലിസ്റ്റുകളൊക്കെ പറയുന്നത് നിങ്ങൾ ഭയപ്പെടണം ഇന്ത്യയെ. കാരണം നമ്മുടെ പോലും അവരുടെ ഇരട്ടി വിമാനങ്ങൾ നമുക്കുണ്ട്, പക്ഷേ അതിന്റെ പകുതി മാത്രം വെച്ചുകൊണ്ട് അവർ നമ്മളെ മറികടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇന്ത്യയെ ഭയപ്പെടണം എന്ന് പറയുന്നത് പോലെയാണ് സാഹചര്യങ്ങൾ എത്തി നിൽക്കുന്നത്. എങ്ങനെ കാണുന്നു ഈ സാഹചര്യത്തെ? ആൾക്കാർക്കിടയിൽ വലിയ തെറ്റിദ്ധാരണ ഉണ്ടാകും. കാരണം ഈ നമ്പർ ആണ് അവർ നോക്കുന്നത്, ഈ കണക്ക് നമ്പരല്ല. നമ്പർ നോക്കുമ്പോൾ ശരിയാണ്, നമ്മളെക്കാൾ കൂടുതൽ ഇരട്ടി വിമാനം ചൈനയ്ക്കുണ്ട്, പലർക്കും വിമാനമുണ്ട്. ഈ എണ്ണത്തിലല്ല കാര്യം, പ്രവൃത്തിയിലാണ് അതിന്റെ ഒരു ഇത് കാണുന്നത്. ഇതിന്റെ റേറ്റിംഗും അങ്ങനെയാണ് എടുത്തത്. അതായത് നമ്മുടെ കയ്യിലുള്ള ആയുധം, ആ ആയുധത്തിന്റെ ഒരു കപ്പാസിറ്റി ഉണ്ട്, അത് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന കൃത്യത,
പോരാട്ടശേഷി, അത് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന കൃത്യത, അത് ഉപയോഗിക്കുന്ന പ്രദേശങ്ങൾക്ക് അനുസൃതമായിട്ടാണ്. ഒരുപക്ഷെ ചിലപ്പോൾ നമ്മൾ യൂറോപ്യൻ കൺട്രീസിൽ നിന്ന് കൊണ്ടിരുന്ന ആയുധങ്ങൾ നമ്മുടെ പ്രതലങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. നമ്മുടെ അപ്പാച്ചെ ഹെലികോപ്റ്ററുകളൊക്കെ പരാജയപ്പെട്ടു പോയിട്ടുണ്ട് ഇവിടെ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നിട്ട്. നമ്മുടെ ഈ അതിശൈത്യത്തിനിടയിലും ചൂട് കാലത്ത് ഈ പൊടിപടലങ്ങൾ പൊങ്ങി പറക്കുന്നിടത്തുമൊക്കെ അത് ചില വന്നിട്ടുണ്ട്. പിന്നീട് ഇപ്പൊ അതൊക്കെ മാറ്റിയിട്ടാണ് പിന്നെ നമുക്ക് അവശേഷിക്കുന്നുണ്ടെന്നൊക്കെ അവർ തന്നെന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ വിമാനങ്ങൾ ഉപയോഗിച്ച് നമ്മൾ നടത്തും. കാരണം നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഒരു ഡെമോൺസ്ട്രേഷൻ കൂടിയായിരുന്നത്. അവിടെ നമ്മൾ റഫേൽ മാത്രമല്ല മറ്റു നമ്മുടെ വിമാനങ്ങൾ കൃത്യമായി തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിക്കണം, പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അധികാരം ഏൽക്കുന്നത് വരെ MiG-21 എന്ന് പറയുന്ന ഈ മേഖലയിലെ ഒരു പഴക്കം ചെന്ന അപ്പുപ്പൻ ആയിട്ടുള്ള ഒരു യുദ്ധവിമാനം ഉപയോഗിച്ചുകൊണ്ടിരുന്ന രാജ്യമാണ് നമ്മൾ. നമുക്ക് ആകെ എടുത്തു പറയാൻ സെഞ്ചുറി എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ എടുത്തുള്ള നമ്മളെ ഒരുപാട് യുദ്ധത്തിലൊക്കെ സഹായിച്ചിട്ടുള്ളതും നല്ലൊരു പവർഫുൾ സംഭവം തന്നെയാണ്. പക്ഷെ കാലഹരണപ്പെട്ടു പോയി, വർഷങ്ങൾ എത്ര കഴിഞ്ഞു, 10-60 വർഷം ആയിട്ടുണ്ടത്. അപ്പൊ അതൊക്കെ റിട്ടയർ ചെയ്യാറൊക്കെ ആയി നിൽക്കുന്ന സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നിൽക്കുന്നത്. നമുക്ക് എന്നും ഒന്നും പറയാൻ ഈ MiG-21 ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് MiG-21 എത്ര പേര് നമ്മുടെ രാജ്യത്ത് പറയുന്നുണ്ട്? ഇന്ന് പഴയ ആൾക്കാർ മാത്രമാണ് MiG-21 കുറിച്ച് ഒന്ന് ഓർക്കുക പോലും ചെയ്യുന്നത്. അത് മാറി അതിന്റെ സ്ഥാനത്തേക്ക് റഫേൽ വന്നു, ഒരുപാട് വിമാനങ്ങൾ വന്നില്ലേ. ഇപ്പൊ നമ്മൾ പുതിയത് നമ്മൾ സ്വന്തമായിട്ട് 5ാം തലമുറ യുദ്ധവിമാനം സ്റ്റെൽത്ത് വിമാനങ്ങൾ നിർമ്മിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് വാർത്ത. അതിന്റെ ഇടയിൽ വന്ന് Su-57 സുഖോയ് Su-57 എന്നൊരു വിമാനത്തെ കുറിച്ച് നമ്മളിപ്പോ മാറ്റി വെച്ചിരിക്കുക ചർച്ച. അത് വരട്ടെ, മുമ്പ് അങ്ങനെ ആയിരുന്നു. നമ്മൾ എവിടെയെങ്കിലും ഒരു വിമാനം വാങ്ങുകയാണ് വലിയ വാർത്തയാണെങ്കിൽ ഇന്ന് അങ്ങനല്ലേ. Su-57 അവർ പറയുന്നു ഞങ്ങൾ ഒരു സീറ്റ് മാറ്റി 2 സീറ്റ് നിങ്ങൾക്ക് വെക്കുകയാണ്. കാരണം ഇന്ത്യൻ രീതി അനുസരിച്ച് 2 ഡബിൾ സീറ്ററാണ് നമ്മുടെ ഫൈറ്റർ ജെറ്റുകളൊക്കെ. അപ്പോൾ ഞങ്ങൾ ഡബിൾ സീറ്റ് വെച്ച് തരാം, നിങ്ങൾ വേറെ നിർമ്മിച്ചോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന റഷ്യ അവരുടെ ഒരു എയറോനോട്ടിക്കൽ കമ്പനികൾ തയ്യാറായിട്ട് നിൽക്കും. അപ്പോഴാണ് നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ 5ാം തലമുറ വിമാനങ്ങൾ നമ്മൾ രംഗത്തിറക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ പല രാജ്യങ്ങളുടെയും ഈ വിമാനങ്ങളുടെ കണക്ക് എന്ന് പറഞ്ഞാൽ 2 തരത്തിലാണ് ആ കണക്ക്. കൃത്യമായ ഒരു കണക്കൊന്നുമല്ല. ഈ പോർമിനുള്ള കാര്യം പറഞ്ഞതൊക്കെ നമ്മുടെ 10 എണ്ണം ഉണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ഏകദേശ കണക്ക് മാത്രമാണത്. ഒരുപക്ഷെ ഇന്ത്യക്ക് ഈ 1700 എന്ന് പറയുന്നത് ചിലപ്പോൾ അതിന് മുകളിൽ ഉണ്ടാകാം. ഈ 3500 ചൈനയ്ക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന് മുകളിൽ ഉണ്ടാകാം. ഇതിൽ ഞാൻ പ്രധാനമായിട്ടും കാണുന്ന, ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ചൈനയെ കുറിച്ച് ഒരു സബാങ് തുറമുഖത്തിന്റെ ഒരു വാർത്ത എടുത്തല്ലോ. ഈ ഇന്തോനേഷ്യയിൽ നമ്മൾ സബാങ് തുറമുഖം വികസിപ്പിച്ച് മലാക്കയെ ശ്വാസം മുട്ടിക്കാൻ പോകും. അപ്പോൾ വിജയേട്ടൻ പറഞ്ഞൊരു വാക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിരുന്നു. അതായത് ഈ മേഖലയിൽ ആരാണ് ഒന്നാമൻ, ചൈനയാണോ ഇന്ത്യയാണോ എന്നുള്ളത് ശീതയുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഓഫ് കോഴ്സ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് ചൈന അവരുടെ കൂലിത്തല്ലുകാരനായിട്ട് വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു രാജ്യമാണ്. നിലവിൽ അമേരിക്കയുടെ ഒരു കൂലിത്തല്ലുകാരനാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. ഇന്ത്യ വളരുകയാണെങ്കിൽ പാകിസ്ഥാനെ പ്രകോപിപ്പിച്ചാൽ ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ട് നമ്മളെ നൂറ്റാണ്ടുകൾ പിന്നോട്ടടിപ്പിക്കാൻ സാധിക്കും. സാമ്പത്തികമായിട്ടായിരുന്നാണെങ്കിലും അങ്ങനെയായിരുന്നെങ്കിൽ. പക്ഷേ ചൈന ഇനി ആ രീതിയിൽ പാകിസ്ഥാനെ യൂസ് ചെയ്യും. കാരണം പാകിസ്ഥാന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനെ ഏത് രാജ്യങ്ങൾക്കും ഏത് തരത്തിലും യൂസ് ചെയ്യാം. ഇപ്പം നാളെ അമേരിക്ക പിന്മാറിക്കഴിഞ്ഞാൽ ചൈനയ്ക്ക് ആ ഒരു ഒഴിവിലേക്ക് കയറി വരാൻ സാധിക്കും. ചൈന ആ ഒഴിവിലേക്ക് കയറി വരികയും ചെയ്യും. അപ്പോൾ ഈ നിലവിൽ ഞാൻ ആലോചിക്കുന്നത്, ചേട്ടാ, ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം സിന്ദൂർ 2.0 നമ്മൾ ഏത് നിമിഷവും സ്റ്റാർട്ട് ചെയ്യും. അപ്പം നിലവിൽ നമ്മൾ നേരത്തെയും കൊടുത്തിട്ടുണ്ട് വാർത്ത, ചൈനയുടെ മാതൃകയിൽ ഇവർ റോക്കറ്റ് ആർമി രൂപീകരിക്കുന്നു. കാരണം ചൈന പരോക്ഷമായിട്ട് ഇവരെ സഹായിക്കുന്നുണ്ട്. അപ്പം ഇനി ഒരു ആക്രമണം വരികയാണെങ്കിൽ നമ്മൾ ചൈനയ്ക്ക് കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പല്ലേ ഇത്. അതായത് ഇപ്പം ഈ വ്യോമസേനയുടെ ഈ റേറ്റിംഗ് പുറത്തു വന്നു. കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി ഓസ്ട്രേലിയയിൽ പോയി ചൈനയ്ക്ക് ചെക്ക് വെച്ചു. ഇന്തോനേഷ്യയിലെ സബാങ് തുറമുഖത്തിന് അതുകൊണ്ടുവന്ന് മലാക്ക നമ്മൾ ചെക്ക് വെച്ചു. അതിനുശേഷം നമ്മൾ നിക്കോബാർ പ്രോജക്റ്റ് കൊണ്ടുവന്ന് ചൈനയ്ക്ക് ചെക്ക് വെച്ചു. ഈ ഇന്ത്യൻ ഓഷന്റെ അടിയിൽ രഹസ്യ ചാര കണ്ണ് കൊണ്ടുവന്ന് നമ്മൾ ചൈനയ്ക്ക് ചെക്ക് വയ്ക്കുന്നു. എന്തിനു പറയുന്നു, ദൃഷ്ടി എന്ന് പറയുന്ന നമ്മുടെ ചാര ഉപഗ്രഹം നമ്മൾ വിക്ഷേപിച്ചു. പക്ഷെ അതുമായിട്ടുള്ള ബന്ധം നമുക്ക് കട്ടായിപ്പോയി. എങ്കിലും അതും ചൈനയ്ക്കടക്കം ഒരു ചെക്കായിരുന്നു എന്നുള്ളതാണ്. അതായത് ചൈനയ്ക്ക് കൃത്യമായിട്ട് കൊടുക്കുക. അതായത് പാകിസ്ഥാനെ നമ്മൾ അടിക്കും. അങ്ങനെ അടിച്ചു കഴിയുമ്പോൾ അതിന്റെ പിറകെ നീ നിൽക്കരുത്, നീ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ പവർ ഇതാണ് എന്ന് ചൈനയ്ക്ക് കൊടുക്കുന്ന ഒരു പരോക്ഷമായിട്ടുള്ള ഒരു സൂചന കൂടെയല്ലേ? അല്ല, അത് മാത്രമല്ല, ഇതിനകത്ത് കഴിഞ്ഞ ദിവസം ഈ ട്രംപിന്റെ പാർട്ടിക്കാരും മറ്റുമൊക്കെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ ട്രംപ് കാണിക്കുന്ന ഒരു വലിയ പൊട്ടത്തരം ഈ പാകിസ്ഥാനായിട്ട് കൂടുതൽ അടുക്കുന്നതാണ്. ഇന്ത്യയാണ് നമുക്ക് വേണ്ടത്, അവരെ കൂട്ടും. അപ്പം ഈ കോഡ് സഖ്യത്തിൽ തന്നെ എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് ഒരു വലിയ പ്രാമുഖ്യം കിട്ടുന്നത്? കാരണം ഇന്ത്യ ഇല്ലാതെ ഈ മേഖലയിൽ ലോകത്തല്ല ഞാൻ പറഞ്ഞത്, ഈ ഓരോരുത്തർക്കും ഓരോ ഏരിയ ഉണ്ടല്ലോ. ഇപ്പൊ ഞാൻ ചില ഗുണ്ടകളുടെ ഒക്കെ ഏരിയ ആയിരിക്കും ചില സ്ഥലത്ത്. അപ്പൊ അവിടെ ആ ഗുണ്ടയെ കാണാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല.
നമുക്ക് അവിടെ എന്തെങ്കിലും ഒരു കട നടത്തണമെങ്കിലോ മറ്റെന്തോ നടത്തണമെങ്കിലോ സ്ഥലത്തെ പ്രമുഖ വ്യക്തിയെ ദിവ്യനെ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്, കണ്ടെന്ന് അറിയിക്കേണ്ടതായിട്ടുണ്ട്, ഞങ്ങളിങ്ങനെ തുടങ്ങുകയാണ് എന്നുള്ളത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മേഖലയിലെ ഒരാള് ഇന്ത്യയാണ്, മറ്റൊന്ന് ചൈനയാണ്. ചൈന ഇവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയെ കൂടെ നിർത്തണമെന്ന് ഇവർ പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ചൈനയെ സംബന്ധിച്ച് അവർ പ്രത്യക്ഷത്തിൽ ഇന്ത്യയുമായി മുട്ടാൻ യാതൊരു സാധ്യതയുമില്ല. ഓപ്പറേഷൻ 2 തുടങ്ങിയാലും ഇല്ല, ഇനി ഓപ്പറേഷൻ 3 തുടങ്ങിയാലും ഇല്ല, ഇനി 5 തുടങ്ങിയാലും ഇല്ല, ചൈന പ്രത്യക്ഷമായി വരില്ല. കാരണം അവർക്ക് അവരുടേതായ ചില കാര്യങ്ങളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. കാരണം ഒരു യുദ്ധത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ സാമ്പത്തികം തകർന്ന് തരിപ്പണമായി ഇപ്പോൾ, സാമ്പത്തിക സ്ഥിതി ഇല്ലെങ്കിൽ സാമ്പത്തിക അവസ്ഥ തരിപ്പണമായി. ഇവിടെ ജയിച്ച ട്രോഫി മേടിച്ചിട്ട് വരുമ്പോഴത്തേന് അത് കാണാൻ ജനം വേണ്ടേ? ജനം പട്ടിണിയും പരിവട്ടമാണെങ്കിൽ അവരായിരിക്കും അടുത്ത യുദ്ധം ഉണ്ടാക്കുന്നത് സ്വന്തം നാട്ടിൽ കിടന്ന് തന്നെ. ഇപ്പൊ തന്നെ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഈ പെട്രോളിന് വില കൂടിക്കഴിഞ്ഞപ്പോൾ തന്നെ ആൾക്കാർ എന്തൊക്കെ പ്രശ്നം ഉണ്ടാകുന്നു. ഒരു യുദ്ധം അങ്ങോട്ട് വന്നു നോക്കട്ടെ, ഈ ഊർജ്ജ പ്രതിസന്ധി വല്ലാത്ത രീതിയിൽ നമ്മുടെ രാജ്യത്തിനുണ്ടാകും. ഇപ്പൊ ഈ 114 രൂപയ്ക്ക് മേടിക്കുന്ന പെട്രോളൊക്കെ ചിലപ്പോൾ 150-നും 200-നും മേടിക്കേണ്ടി വരും. അപ്പൊ ഈ പറയുന്ന ടീം ഒന്നും കാണത്തില്ല, അവർ നേരെ തിരിഞ്ഞു വീഴും. ഈ പെട്രോളും ഡീസലിനും വില കൂടി കഴിഞ്ഞാൽ എന്താ പറ്റുന്നത്? നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടും. ട്രക്കുകൾ വഴിയാണ് ഈ ചരക്ക് പഞ്ചസാരയും അരിയൊക്കെ എത്തുന്നത്. എല്ലാത്തിനും വില കൂടും, ജനം പൊറുതി കൂട്ടും. അപ്പോഴീ കയ്യടി കിട്ടത്തില്ല നരേന്ദ്രമോദിക്ക്. അപ്പൊ കല്ലേറായിരിക്കും കിട്ടുന്നത്. അത് എല്ലാ രാജ്യങ്ങളും അങ്ങനെ തന്നെയാണ് സാമ്പത്തിക തകർന്നു കഴിഞ്ഞു. ഇപ്പൊ അമേരിക്ക എന്താണ് ഇപ്പൊ അതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, ഞങ്ങളുടെ പൈസ മുഴുവൻ നിങ്ങൾ കൊണ്ടുപോയിട്ട് യുദ്ധം ചെയ്ത് കളയുകയാണോ എന്ന് വെച്ചിട്ട്. അപ്പൊ അതേ രീതിയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. അപ്പൊ അങ്ങനത്തെ അവസ്ഥയിൽ ചൈന ഒരിക്കലും അങ്ങനെ നിൽക്കാൻ സാധ്യതയില്ല. പിന്നെ സ്വാഭാവികമായി തന്നെ ചൈന പാകിസ്ഥാന്റെ ഒരു ആയുധ സൈനിക പങ്കാളിയാണ്. അപ്പൊ അവർക്ക് ഹെൽപ്പ് ചെയ്യാതിരിക്കാനും കഴിയില്ല, ഈ ആയുധങ്ങൾ കൊടുക്കുകയും ഒക്കെ. പക്ഷെ ചൈനയുടെ ആയുധങ്ങളൊക്കെ തകർന്ന് തരിപ്പണമായിട്ടുണ്ട് എന്നുള്ളത് ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ കണ്ടതാണ്. അവരുടെ മിസൈൽ എടുത്തിട്ട് ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ചൈനയുടെ ആയുധങ്ങൾ പാകിസ്ഥാൻ മേടിക്കുന്നുമില്ല, അവർക്കിപ്പോ വിശ്വാസമില്ല ചൈന. ഇപ്പൊ അവർ തുർക്കിയാണ് കൂടുതലായി ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും തുർക്കിക്ക് ഇപ്പൊ മറ്റേ പിന്നെ ഫാദർലാൻഡിലുള്ള ഒരു പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫാദർലാൻഡുകാരും തുർക്കിയുടെ കാര്യം നോക്കിക്കോളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അധികം വൈകാതെ അത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഇസ്രായേൽ ഇന്നലെ മിനിഞ്ഞാന്നാണ്ട് വാണിംഗ് കൊടുത്തിട്ടുണ്ട് പിന്നെ എർദോഗന്. അപ്പം അത് അവര് നോക്കിക്കോളും. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ചൈന വരില്ല. പക്ഷെ ഇതിപ്പോ ഈ ഒരു റേറ്റിംഗ് വന്നിരിക്കുന്ന വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് വലിയ അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ കയ്യിലുള്ള ആയുധത്തിന്റെ കൃത്യത, അതിന് എന്താണ് സ്ട്രൈക്ക് റേറ്റിംഗ്, ഇതെല്ലാം വെച്ചിട്ടാണ് ഈ കലക്കോൾ. എന്തുകൊണ്ടാണ് ചൈനയുടെ അത് വരാത്തതെന്ന് വെച്ചാൽ സിമ്പിൾ ആണ് ഉത്തരം. അവരെവിടെയും പ്രൂവ് ചെയ്യിച്ചിട്ടില്ല. എവിടെയെങ്കിലും യുദ്ധം നടത്തി പ്രൂവ് ചെയ്യിക്കണ്ടേ? ഇപ്പൊ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ 72 മണിക്കൂർ നടന്നപ്പോൾ തന്നെ നമ്മളുടെ വിവിധ ആയുധങ്ങൾ അവിടെ തെളിയിച്ചു കഴിഞ്ഞു എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. അതാണല്ലോ ബ്രഹ്മോസിന് ആൾക്കാർ ക്യൂ നിൽക്കുന്നത്. റഫേൽ നമ്മൾ വീണ്ടും വാങ്ങാനുള്ള കാരണം എന്തായിരുന്നു? റഫേൽ മികച്ച പെർഫോമൻസ് നടത്തി, അതുകൊണ്ടാണ് നമ്മളത് തകർന്നുപോയി. അതാ ചൈന ഈ പാകിസ്ഥാന് കൊടുത്തത് തകർന്നുപോയി. പോട്ടെ, ഇപ്പം ചൈന ഡയറക്റ്റ് ആയിട്ടെങ്കിലും പോയിട്ട് എനിക്ക് 10-30 വർഷമായിട്ട് 40 വർഷമായിട്ട് അവരെങ്ങും ഒരു യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടിട്ടില്ല. അപ്പൊ പിന്നെ അതിന് നമുക്കൊരു ഏകദേശ ഐഡിയ മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉള്ള ഒരു ആയുധം അഗ്നി 6 സംഭവമാണ്, പുലിയാണെന്ന് നമ്മൾ പറഞ്ഞാലും അത് പരീക്ഷിച്ച് അത് എവിടെങ്കിലും ഒരിടത്ത് അടിച്ചു കഴിഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് അതിന്റെ ഒരു ഹൈ പവർ അറിയാൻ പറ്റും. ഇപ്പൊ നമ്മൾ പറയുന്നുണ്ട് ഇപ്പൊ ഈ റഷ്യയുടെ ഇരിക്കുന്ന ആണവായുധം കൊണ്ട് ലോകം നശിക്കും. അത് എവിടെങ്കിലും ഒന്ന് ഇട്ട് ആരെങ്കിലും ഒക്കെ നശിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം. ഇപ്പൊ അണുബോംബ് എങ്ങനെയാണ് ഇത്ര ഫേമസ് ആയത്? ഹിരോഷിമയിലും നാഗസാക്കിലും അത് കൊണ്ടിട്ട് അതിന്റെ ഒരു തിക്തഫലം ജനം കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് ഇത്രയും വലിയ പ്രശ്നകാരിയായിരുന്നു, ഇത്രയും വലിയ ഭീകരൻ. അതിനുശേഷമാണ് ഈ ആണവായുധങ്ങൾ ഉപയോഗിക്കരുത്, ഇപ്പൊ ഇറാന്റെതിരെയൊക്കെ പറയുന്നില്ലേ, നിങ്ങൾ സൂക്ഷിക്കരുത്, ഉണ്ടാക്കരുത് എന്നൊക്കെ പറയുന്ന ഒരു തിയറി തന്നെ രൂപപ്പെട്ടത് എപ്പോഴാണ്? ഹിരോഷിമയിലും നാഗസാക്കിക്ക് ശേഷമാണ്. അപ്പം നമ്മൾ ഉപയോഗിക്കാതെ നമുക്ക് ആയുധത്തിന്റെ കരുത്ത് അറിയാൻ കഴിയില്ല. അപ്പോൾ ഇപ്പൊ നമ്മൾ ഉപയോഗിച്ച ആയുധത്തിന്റെ കരുത്ത്, പിന്നെ നമ്മൾ ഈ മേഖലയ്ക്ക് വലിയ ഇമ്പോർട്ടൻ്റ് ഉണ്ട് യുദ്ധത്തിലും, യുദ്ധവിമാനങ്ങൾക്കും മറ്റുമൊക്കെ. കാരണം അഫ്ഗാനിസ്ഥാനിൽ ഉപയോഗിക്കുന്ന അതേ യുദ്ധതന്ത്രവും അതേ ആയുധങ്ങളും ഇന്ത്യയെ വർക്കാകില്ല. റഷ്യയെ പോലെ തണുത്തുറഞ്ഞ സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ ഇന്ത്യയെ പോലെ ചൂടുള്ള ഒരു രാജസ്ഥാൻ മരുഭൂമിയെ കൊണ്ടുവന്നിട്ട് അത് ഒരുപാട് ചേഞ്ചസുകൾ വരുത്തേണ്ടതായിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ അവിടങ്ങളിലുള്ള ആ പെർഫോമൻസ് ആണ് ഈ പോയിന്റിലേക്ക് വരുന്നത്, അല്ലാതെ എണ്ണമല്ല. ഒരുപക്ഷെ പ്രേക്ഷകർ ഭയങ്കരമായിട്ട് തെറ്റിദ്ധരിക്കും, എണ്ണം ആണല്ലോ, ഇത് എണ്ണമല്ല. അതാണ് ഇതിന്റെ ഒരു ഇതിപ്പോ ഇവർ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനത്തെ റിപ്പോർട്ടുകൾ എല്ലാ വിഷയങ്ങളെ കുറിച്ചും അവർ പുറത്തുവിടാറുണ്ട്. അവർ ഈ സ്ട്രൈക്ക് റേറ്റും മറ്റും കൂടെ വെച്ചിട്ടാണ്. നമ്മൾ ഈ സ്ട്രൈക്ക് റേറ്റിംഗ് എന്നൊക്കെ പറഞ്ഞില്ല ക്രിക്കറ്റിൽ, എന്താ അങ്ങനെയല്ലേ പറയുന്നത്? ക്രിക്കറ്റില് ഇതിനെ കുറിച്ച് വലിയ ധാരണയില്ല. അല്ലെ, ഞാൻ അങ്ങനെയാണ് സ്ട്രൈക്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പൊ അതാണ് ശരാശരി എടുക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞതൊക്കെ തന്നെയാണ് ഈ ഒരു കാര്യം. അതായത് ഒരു വലിയ വാർത്ത തന്നെയാണ് ഇത്. കാരണം ഇത് ഞാൻ പറഞ്ഞു, ഇതൊന്നും ഇന്ത്യൻ ഏജൻസികളോ ഇന്ത്യയിലെ സ്റ്റഡി നടത്തിയിട്ടുള്ളവരോ ഒന്നും അല്ല ഈ റിപ്പോർട്ടുകൾ പുറത്തു വിടുന്നത് എന്നുള്ളതാണ്. ഇതെല്ലാം വിദേശത്ത് ഉള്ളവർ തന്നെയാണ് ഇത് പുറത്തു വിടുന്നതും കാര്യങ്ങളും ഒക്കെ.
മിക്കവാറും ഒക്കെ ഇത്തരം ഏജൻസികൾ ഇന്ത്യയെ എവിടൊക്കെ ഇട്ട് കുത്താവോ അവിടൊക്കെ ഇട്ട് കുത്തുന്ന ഏജൻസികളാണ്. ഒരാളും നമുക്ക് ഫേവറായിട്ട് നിൽക്കുന്ന ഒരു രാജ്യങ്ങളോ ഒരു ഏജൻസിയോ ലോകത്തില്ല. അപ്പൊ അവരത് പറയണമെന്നുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു കൃത്യമായി തന്നെ അതിന്റെ ഒരു പഠനം നടത്തി തന്നെ ആയിരിക്കും അത് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ കൂടുതൽ വിമാനങ്ങളൊക്കെ പുറത്തുനിന്നാണ് വരുത്തുന്നത്. പിന്നെ നമ്മൾ തദ്ദേശീയമായി ഇപ്പോൾ വിമാനങ്ങൾ നിർമ്മിച്ച് തുടങ്ങിയിട്ടുണ്ട് വലിയ രീതിയിലൊക്കെ. അതുമൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടാകും.